ഇത്തിരി ഗ്യാപ്പ് എന്ന രാജാവാണ്. രാജാവാ? ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ നിർമ്മാണങ്ങൾക്കായി പൊതുമരാമത്ത് വകുപ്പ് മാത്രം 3 വർഷത്തിനിടെ ചെലവഴിച്ചത് 1,80,00,000 രൂപ. 1.5 കോടിയാ? കാലിത്തൊഴുത്തിന് 23 ലക്ഷവും ചാണകക്കുഴിക്ക് 4,40,40,000 രൂപയും ചെലവഴിച്ചു. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണത്തിൽ കരാർ നൽകിയത്. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഉമ്മൻചാണ്ടിയുടെ കാലം വരെ ആർക്കും കടന്നു ചെല്ലാവുന്ന ഇടമായിരുന്നു ക്ലിഫ് ഹൗസ് എങ്കിൽ പിണറായി വിജയൻ എത്തിയതോടെ അവിടം അതിസുരക്ഷാ മേഖലയാക്കി പ്രവേശനം തടഞ്ഞു. ഞാൻ നാറിയാണ്, പരനാറിയാണ്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധമുണ്ടല്ലോ, നന്നായി. ചില മുതലാളിമാർക്ക് മാത്രമാണ് അടുക്കള വരെ പ്രവേശനമെന്ന് ജില്ലാ കമ്മിറ്റികളിൽ വരെ വിമർശനമുയർന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിനൊരു പോക്കേ. ജനങ്ങൾക്ക് പ്രവേശനമില്ലെങ്കിലും കരാറുകാരും നിർമ്മാണ തൊഴിലാളികളും നിത്യസന്ദർശകരെന്ന് വ്യക്തമാക്കുന്നതാണ് നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ച് നിയമസഭയിൽ വെച്ച കണക്ക്. അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. മുഖ്യമന്ത്രിയുടെ വസതിക്കായി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് മാത്രം 2021 മുതൽ ചെലവഴിച്ച കണക്കാണ് വെളിപ്പെടുത്തിയത്. ആകെ 1,80,81,000 രൂപ. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? സിറ്റിയിൽ 10 സെന്റ് സ്ഥലം ചോദിക്കാം, പട്ടിക്ക് അപ്പിയിടാനും മുള്ളാനും. ഏറ്റവും കൂടുതൽ തുകയായത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാൻ 98 ലക്ഷം. ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ 17 ലക്ഷമാണ് ചെലവാക്കിയത്. ഇപ്പൊ എന്താ പറഞ്ഞ? ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ 17 ലക്ഷമാണ് ചെലവാക്കിയത്. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ ലിഫ്റ്റ് വെച്ചപ്പോൾ പൈപ്പ് ലൈനുകളൊക്കെ മാറ്റാനായി 5,61,000 രൂപ വേറെയും. ഈ മുടിഞ്ഞ രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇടുക്കി വീഴട്ടെ. ലിഫ്റ്റിന് മാത്രമല്ല പശുക്കളെ സംരക്ഷിക്കാനും ലക്ഷങ്ങളുടെ കരുതലാണ് മുഖ്യമന്ത്രിക്ക്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. കാലിത്തൊഴുത്തിനും സംരക്ഷണ ഭിത്തിക്കും 23,90,000 രൂപ ചെലവാക്കിയപ്പോൾ ചാണകക്കുഴിക്കായി ഒഴുക്കിയത് 4,40,40,000 രൂപ. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. പുറമേ നിന്ന് നോക്കിയാൽ വെറും വെള്ള പെയിന്റ് ആണെങ്കിലും 12 ലക്ഷമാണ് പെയിന്റിങ്ങിന്റെ ചെലവ്. സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല. ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. 2,40,40,000 മുടക്കി കബ്ബോർഡൊക്കെ വെച്ച് അടുക്കള അടിപൊളിയാക്കിയപ്പോൾ 2 തവണയായി ശുചിമുറി സൂപ്പറാക്കാൻ എടുത്തത് 2,95,000 രൂപ. എന്താ മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. ഇതെല്ലാം പൂർത്തിയായവയുടെ കണക്ക് മാത്രമാണ്. ബാക്കി ടെൻഡർ പുരോഗമിക്കുന്നു. സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഊരി ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. തമിഴ്നാടിന്റെ മുന്നിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ